ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ നമ്മൾ അൽ അർബഊന അൻ നബവിയ്യ ഫി അൽ വസായ തിബ്ബിയ്യ എന്ന് പറയുന്ന നബവി തിബ്ബുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മോട് നൽകിയ വസിയത്തുകൾ ശേഖരിച്ച ഒരു ചെറുഗ്രന്ഥമാണ്. 40ഓളം ഹദീസുകൾ ക്രോഡീകരിച്ച ഒരു ചെറുഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്, അൽ അർബഊന അൻ നബവിയ്യ. അൽഹംദുലില്ലാ, ആദ്യത്തെ 4ഓളം ഹദീസുകൾ നമ്മൾ വായിച്ച് പൂർത്തിയാക്കി. ആ 4 ഹദീസുകൾ ശരിക്കും ഒരു 4 കായികകൾ പോലെയാണ്. പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ആ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വായിക്കാനുള്ളത് 5-ാമത്തെ ഹദീസാണ്. 5-ാമത്തെ ഹദീസും ഇതേപോലെ ഒരു പൊതു നിയമമാണ് പഠിപ്പിക്കുന്നത്. 5-ാമത്തെ ഹദീസിന് ഇദ്ദേഹം നൽകിയ ഹെഡിങ് അത്തദാവി ബിഗൈരി ഹറാം, ഹറാമല്ലാത്ത വസ്തുക്കൾ കൊണ്ടുള്ള ചികിത്സ എന്നാണ്. അത്തദാവി ബിഗൈരി ഹറാം. 5-ാമത്തെ ഹദീസായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അൻ അബി ദർദ റളിയല്ലാഹു തആല അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൗ വലാ തദാവൗ ബിഹറാം. നിങ്ങൾ ചികിത്സിച്ചോ, നിങ്ങൾ ചികിത്സിക്കുക, പക്ഷേ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചികിത്സിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ചികിത്സയുമായി ബന്ധപ്പെട്ട വിധി പറയുമ്പോൾ പറഞ്ഞത്, ചികിത്സ അടിസ്ഥാനപരമായും മുസ്തഹബായ കാര്യമാണ് ചികിത്സിക്കൽ. എന്നാൽ ചിലപ്പോൾ വാജിബാകുന്ന അവസ്ഥയുണ്ടാകാം, ചിലപ്പോൾ ഹറാമാകുന്ന അവസ്ഥയുണ്ടാകാം. അതിൻ്റെയൊക്കെ ഹാലനുസരിച്ചിട്ടാണ് ചികിത്സിക്കൽ അനുവദനീയമാണ്, ചികിത്സ ജായിസാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇതിൽ പ്രോത്സാഹനമുണ്ട്, ചികിത്സാപരമായ കാര്യങ്ങൾ പഠിക്കാനും അതന്വേഷിച്ച് പോകാനൊക്കെ ഇതിൽ പ്രേരകമുണ്ട്. റസൂൽ പറയുന്നത് ചികിത്സിക്കണം. അപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ചികിത്സക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ചത്. ഒന്ന്, രോഗകാരണങ്ങളെ സൂക്ഷിക്കുക, രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതൊക്കെ. ഇനി രോഗം വന്നാൽ തദാവവും, നിങ്ങൾ ചികിത്സിക്കുക. രോഗം വരുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായും മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തേത്, ഏറെ പ്രധാനപ്പെട്ടത്, രോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലാഹു ആലം. എന്നാലും ഒരു ചെറിയ ഷോർട്ടായിട്ടൊന്ന് പറയാം. രോഗം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. രോഗം ശമിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ഇത് ഏതൊരു രോഗിയെ എപ്പോഴും വിശ്വസിക്കണം. രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളെ ഇല്ലാതാക്കുകയും ആ കാരണം വഴി ഉണ്ടായ പ്രയാസം നീക്കാൻ ചികിത്സ തേടുകയും ചെയ്യുക എന്നത് കൽപ്പിക്കപ്പെട്ട, പ്രേരിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നതോടൊപ്പം തന്നെ ആത്യന്തികമായി ഒരു രോഗിയുടെ ഹൃദയത്തിലുണ്ടാകേണ്ട വിശ്വാസം, രോഗി ഈ രോഗം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ഞാൻ ചികിത്സിച്ചാലും ചികിത്സിച്ചിട്ടില്ലെങ്കിലും രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് എനിക്ക് ഷിഫ നൽകുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. 2-ാമത്തെ കാര്യം, രോഗവും ആരോഗ്യവും അള്ളാഹു മനുഷ്യരുടെ സൃഷ്ടിപ്പുപരമായി അള്ളാഹു സംവിധാനിച്ച അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. ആരോഗ്യമാണ് അടിസ്ഥാനം. രോഗം ഒന്നുകിൽ പരീക്ഷണമാകാം,
അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരിശോധിക്കും എന്ന് ഖുർആനിൽ പലയിടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷർറ് കൊണ്ടും പരിശോധിക്കും, ഖൈറ് കൊണ്ടും പരിശോധിക്കും. ഷർറ് കൊണ്ടുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അള്ളാഹുവിനറിയാനാണ്. ചിലപ്പോൾ അള്ളാഹുവിലേക്ക് ഏറെ അടുക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളാക്കി തീർക്കാൻ വേണ്ടിയാകാം ചിലപ്പോൾ അള്ളാഹു ആ രോഗിക്ക് രോഗം കൊടുക്കുന്നത്. ചിലപ്പോൾ ആ ഹൈറ് കൊടുക്കുന്നത് ചിലപ്പോൾ അള്ളാഹുവിനെ പരിശോധിക്കുന്നതാകാം. അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ ധിക്കാരത്തിൽ അവനെ പിടികൂടാൻ വേണ്ടിയിട്ട് അള്ളാഹു അവനെ ലൂസാക്കി വിടുന്നതാകാം. അതൊക്കെയാകാം. ഹൈറ് കൊണ്ടും ഷെറ് കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും. അപ്പോൾ രോഗം പരീക്ഷണമാകാം. അപ്പം രോഗി ആ ഒരു ചിന്തയിലായിരിക്കണം കഴിഞ്ഞുകൂടേണ്ടത്. ഇതെനിക്കുള്ള പരീക്ഷണമാകാം, ഞാൻ സബറെടുക്കണം, അള്ളാഹുലേക്ക് അടുക്കണം, ഈ ചിന്ത രോഗിക്കുണ്ടാകണം. രോഗഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. രോഗത്തിലൂടെയാണ് പലപ്പോഴും പല വഴികേടുകളിലേക്കും പലരും ചെന്നെത്തുന്നത്, അല്ലേ? രോഗം വരുമ്പോഴാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറയുന്നത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് ഈമാനെ ബാധിക്കാൻ ഏറെ സാധ്യത കൂടുതലുള്ളതാണ്. രോഗം വരുമ്പോഴാണ് എല്ലാവരും അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുക, ആ രോഗം മാറാനുള്ള പോം വഴികൾ അന്വേഷിച്ച് പല വഴികളിലേക്ക് കൂടി സഞ്ചരിക്കുക, ശിർക്കും കുഫറും ചെയ്യും. രോഗം മാറുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മാറാൻ ഉപയോഗിക്കുന്ന വഴികൾ എന്തൊക്കെയെന്നുള്ളത് അവർ ചിന്തിക്കുകയില്ല. മാനസികമായി തളരുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് സബറെടുക്കുകയും ഇതെൻ്റെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, എനിക്ക് അള്ളാഹുവിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ ഇത് കാരണമാകും, രോഗത്തിലൂടെ എനിക്കെൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും, എൻ്റെ ദർജകൾ ഉയർത്തി തരും. സുബ്ഹാനല്ലാഹ് പറഞ്ഞല്ലേ, ഒരു മുഅ്മിന് വിഷമം ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു മുള്ള് തറച്ചാൽ പോലും അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ദർജകൾ ഉയർത്തുകയും ചെയ്യണം. അപ്പം പരീക്ഷണമാണത്. മുഅ്മിനെ പരിശോധിക്കുകയാണ്, സബർ എടുക്കുന്നവനാര്, തവക്കുൽ ചെയ്യുന്നവനാര് എന്നുള്ളതൊക്കെ അറിയാൻ. അപ്പോൾ അത് കേവലം ഒരു ഭൗതികപരമായ ഒരു രീതിയായി മാത്രമേ കാണരുത് രോഗത്തെ. ഞാൻ അതിലേക്ക് പോയപ്പം അവിടെ നിന്ന് തട്ടിയപ്പോൾ ഞാൻ രോഗിയായി, അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഗുളിക കുടിച്ചു, രോഗം മാറി, അങ്ങനെ ആക്കി അതിനെ ഒതുക്കരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആത്മീയതയിലേക്ക് കടക്കാൻ നമുക്ക് പറ്റണം രോഗത്തിലൂടെ. അപ്പോൾ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. സബർ പരിശോധിക്കാൻ, തവക്കുൽ പരിശോധിക്കാൻ ചിലപ്പോൾ അള്ളാഹു എന്നെ രോഗിയാക്കിയതാകാം. ഇതൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സബബുകൾ തേടലാണ് ചികിത്സക്ക്. അതായത് രോഗം മാറാനുള്ള സബബുകൾ തേടലാണ്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്യാനാണ് പറഞ്ഞത്. രോഗം മാറ്റണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെയാണ് മുജറബായ അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞത് അദ്ദുആഉ അഅ്ളമുൽ അസ്ബാബ്, സബബുകൾ വെച്ച് ഏറ്റവും മുഖ്യമായ സബബാണ് ദുആ എന്നാണ്. ഇതൊക്കെ ആദ്യം ഒരു രോഗി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നാലാമതായി രോഗി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഭൗതികപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, എത്ര കാലം നമ്മൾ ജീവിക്കും, എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ എഴുതപ്പെട്ടതാണ്. അല്ല, എല്ലാവരും ഒരാജൽ സമയം എത്തിക്കഴിഞ്ഞാൽ മരിക്കും, ഉറപ്പാണ്. ചികിത്സിച്ചു എന്നതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട അവധി നീട്ടപ്പെടുകയില്ല. ചികിത്സിച്ചില്ല എന്നതുകൊണ്ട് നേരത്തെ മരിക്കുകയുമില്ല. അതുണ്ടാവും. അള്ളാഹു ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഒരുപാട് കാര്യങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് അറിയാത്ത കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവായിട്ട് അടുക്കാനും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ തൃപ്തിപ്പെടാനും, എനിക്ക് നിശ്ചയിക്കപ്പെട്ടത് അത് എനിക്കുണ്ടാകും എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താനും രോഗിക്ക് സാധിക്കണം. ഇതൊക്കെ പണ്ഡിതന്മാർ രോഗവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പല പണ്ഡിതന്മാരും
നസീഹത്തായിട്ട് നൽകാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. രോഗം മറ്റെല്ലാ വസ്തുക്കളെയും പോലെ കേവലം ഒരു ഭൗതിക വസ്തുവായിട്ട് മാത്രം കാണരുത്. അതിന് അള്ളാഹുവിൻ്റെ ഇടപെടൽ, വലിയൊരു ഇടപെടൽ, അള്ളാഹുവിൻ്റെ ഇടപെടൽ അതിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ അള്ളാഹു എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ തദാവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പറയുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞത് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല സബബ് മുസബ്ബബുകളെ, അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബ് എന്നുള്ള കുറിച്ച് പറയാറുണ്ട്. അള്ളാഹു കാരണങ്ങളെ കൊണ്ട് കാരണം ഉണ്ടാക്കുന്നവനാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശന്നാൽ ഭക്ഷണം കഴിക്കൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, വെള്ളം കുടിച്ചാൽ ദാഹം മാറും, ഉറങ്ങിയാൽ ക്ഷീണം മാറും പോലുള്ള ആ രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ഭയങ്കര പ്ലാനുള്ള ആളാണ്. അള്ളാഹു ഹക്കീമാണ്. അൽ ഹക്കീം. എല്ലാ കാര്യവും ചെയ്യേണ്ട പോലെ നിശ്ചയിക്കേണ്ടതുപോലെ നിശ്ചയിക്കാൻ കഴിവുള്ള പൂർണ്ണനായവനാണ് അള്ളാഹ്. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് അള്ളാഹുവിന് തീരുമാനമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് വിശപ്പ് മാറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അള്ളാഹു അതിന് കുതിരത്തുള്ള ആളാണ്. അള്ളാഹു ഖാദിർ മുത്ലഖാണ്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം നമുക്കറിയാം. അവർ ഗുഹയിൽ ഭക്ഷണം കഴിച്ചിട്ടല്ല അവിടെ കഴിഞ്ഞു കൂടിയത്. അവരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് കഴിവുള്ള ആളാണ്. പക്ഷെ അള്ളാഹു പൊതുവെ എല്ലാവരിലും സംവിധാനിച്ചൊരു രീതിയാണത്. അതേപോലെ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് അള്ളാഹു സംവിധാനിച്ചൊരു രീതിയാണ്. അപ്പോൾ ആ അള്ളാഹ് പഠിപ്പിച്ചു തന്ന സബബുകളെ ഉപയോഗിക്കുക എന്നതാണ് ചികിത്സയിലൂടെ ഒന്നാമതായി ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ഉലമാക്കളിൽ നിന്നും ഉദ്ധരിക്കുന്നത് അൽ ഇഅ്തിമാദു അലൽ അസ്ബാബ് ശിർക്കും ഫി തൗഹീദ്. സബബുകളെ ഇഅ്തിമാദ് ചെയ്യൽ, വസ്തുക്കളെ, മഖ്ലൂക്കാത്തുകളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇഅ്തിമാദ് ചെയ്യൽ, തവക്കുൽ ചെയ്യൽ, അവരിൽ ആസ്വദിക്കൽ ഷിർക്കാണ്. അതുണ്ടാകാൻ പാടില്ല. ഇഅ്തിമാദു അലല്ലാഹ്, അള്ളാഹുവിനെ നമ്മൾ എന്തിലും ആസ്വദിക്കേണ്ടത്. തവക്കുൽ അള്ളാഹുവിലാണ് ചെയ്യേണ്ടത്. ഏത് പ്രവർത്തനം ചെയ്താലും തവക്കുൽ ആരിലാണ്? അള്ളാഹുവിലാണ്. അള്ളാഹുവാണ് ഗുണവും ദോഷവും സൃഷ്ടിച്ചവൻ, അതിനെ കൈകാര്യം ചെയ്യുന്നവൻ, ഗുണം കൊണ്ടുവരുന്നവൻ, ദോഷം തടുക്കുന്നവൻ. അപ്പോൾ അള്ളാഹുവെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കൽ ശിർക്കും ഫി തൗഹീദ്. ഇത് രോഗവുമായി ബന്ധപ്പെട്ട് ഏറെ സംസാരിക്കുന്ന വിഷയമാണ്. കാരണം രോഗം വരുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നിടത്തേക്ക് പലരും എത്തുന്നത്. രോഗം മാറാനുള്ള വിഭ്രാന്തിയിൽ ഷിർക്കിൻ്റെ ദർഗകൾ തേടി, തങ്ങന്മാരെ തേടി, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വഴികൾ തേടി ആൾക്കാർ പോയി പോകും. അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ആശ്രയത്വം രോഗം വരുമ്പോൾ ഉണ്ടാകുന്നത്. ഈ ആൾ ദൈവങ്ങളുടെ പ്രധാന ഹോബി എന്താണ്? രോഗം മാറ്റലാണ്. പരിശോധിച്ചാൽ കാണാം. ആൾ ദൈവങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ അധികവും ദോഷങ്ങൾ തടുത്തു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നവരാണ്. അതിലധികവും രോഗികളാണ്. അവരെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ ആൾ ദൈവങ്ങളുടെ കൂടെ പൂർണ്ണ ആരോഗ്യവാനായ അങ്ങനത്തെ കുറേ ആൾക്കാർ എന്ന നിലയിൽ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരാളില്ല. ആൾ ദൈവങ്ങളുടെ കൂടെ കൂടുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നീട് അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരല്ലാത്തവരെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഈ ആൾ ദൈവങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ? അപ്പോൾ അള്ളാഹുവിനെ ആശ്രയിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഗുളിക കുടിച്ചാൽ തന്നെ പറയേണ്ടത് എന്താണ്? ഈ ഗുളിക ഒരു സബബ് മാത്രമാണ്. ഈ ഗുളിക കുടിച്ചാൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഗുളികയിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇനിയോ ആ ഗുളിക കുടിച്ചാൽ ശമനം തരുന്ന അള്ളാഹുവിനെയാണ്. സബബിനെ ഞാൻ ആശ്രയിക്കുകയേ ഇല്ല എന്ന് പറയൽ ദീനിനെതിരാണ്. സബബിനെ ഞാൻ ആശ്രയിക്കുകയേ ഇല്ല എന്ന് പറയൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, അത് ദീനിനെതിരാണ്. ചില വിധേയികളൊക്കെ പറയലുണ്ട് സബബിനെ ആശ്രയിക്കുകയേ ഇല്ല. സബബുണ്ട് പക്ഷെ ഞാൻ ആശ്രയിക്കൂല. അത് ദീനിനെതിരാണ്. കാരണം അള്ളാഹു സബബുകളെ ഉപയോഗിക്കാൻ, സബബുകളെ ആശ്രയിക്കാനല്ല, സബബുകളെ ഉപയോഗിക്കൽ. ആശ്രയിക്കേണ്ടത് ആരെയാണ്?
അള്ളാഹുവിനെയാണ്. സബബുകളെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇസ്തിമാലുൽ അസ്ബാബാണ്. സബബുകളെ ഇസ്തിമാൽ ചെയ്യാണ് വേണ്ടത്, ആശ്രയിക്കുന്നിടത്തരുത്. ഇന്ന ആള് അയാൾ രോഗം മാറ്റാൻ കഴിവുള്ള ആളാണ്, അയാൾക്കെന്തോ സിദ്ധിയുണ്ട് എന്നിടത്തേക്ക് നമ്മുടെ മാനസികാവസ്ഥ പോകാൻ പാടില്ല. മറിച്ച് അയാൾ ഉപയോഗിക്കുക. അയാളെ പോലത്തെ ഒരുപാട് പേരുണ്ടാകാം. ആരെയും ഉപയോഗിക്കാം, വസ്തുക്കൾ ഉപയോഗിക്കാനേ പാടുള്ളൂ, ആശ്രയിക്കാൻ പാടില്ല. ഞാൻ വസ്തുക്കൾ ഉപയോഗിക്കുകയേ ഇല്ല എന്ന് പറയാന്നുള്ളത് എന്താണ്? ഷറൈനെതിരാണ്. ഷറ പറഞ്ഞതാണ് ഉപയോഗിക്കണം. വിശപ്പ് വന്നാൽ വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം. ദാഹം വന്നാൽ വെള്ളം കുടിക്കണം. സബബുകളില്ല എന്ന് പറയൽ ബുദ്ധിക്കെതിരാണ്. ഒരു കാര്യം ഉണ്ടാകുന്നത് വേറൊരു കാര്യം കൊണ്ടാണ് എന്ന് പറയൽ ബുദ്ധിക്കെതിരാണ്. അശ്വരികളൊക്കെ പോലുള്ള വിദ്യകൾ ഇങ്ങനെ പറയലുണ്ട്. മേഘങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടല്ല മഴ പെയ്യുന്നത്, ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല വിശപ്പ് മാറുന്നത്. എത്രത്തോളം ചില അവരിൽപ്പെട്ട അധികം വേവലിലേക്ക് പോയ ആൾക്കാർ പറയാം അടിച്ചത് കൊണ്ടല്ല വേദനിച്ചത്. പിന്നെ ആ സമയത്ത് അവരുടെ വാദപ്രകാരം ഞാൻ ഫറാജിനെ അടിച്ചാൽ ഞാൻ എൻ്റെ കൈ ഫറാജിൻ്റെ കൈയിലേക്ക് വീശിയപ്പോൾ അവിടെ വേദന എന്നൊന്ന് സൃഷ്ടിക്കാനുള്ള തീരുമാനിച്ചു, അപ്പം വേദന ഉണ്ടായതാണ്, അങ്ങനെ അടിച്ചോണ്ടല്ല. ബുദ്ധിക്കെതിരാണ്. ബുദ്ധിയെ ആശ്രയിക്കുന്നവരാണ് പല വിഷയത്തിലും. പക്ഷേ ബുദ്ധിപരമായ കാര്യങ്ങളെ പരസ്യമായി തള്ളി നിർത്തിയൊക്കെയാണ് അവരുള്ളത്. ബുദ്ധിയെ അവലംബിക്കേണ്ടതില്ല. അവിടെ ഷറാഖ് പറഞ്ഞത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിടത്ത് ബുദ്ധിയെ ആശ്രയിക്കുകയും ചെയ്യും. എന്നാൽ ബുദ്ധിപരമായി സ്ഥാപിക്കേണ്ട പല സ്ഥലങ്ങളിലും അവർക്ക് തീരെ ബുദ്ധിയില്ലാത്ത നിലപാടാണ് കാണുന്നത്. അപ്പോൾ സബബുകളില്ലേ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിക്കെതിരാണ്. ഷറയിനെ ആസ്വദിക്കുകയേ ഇല്ല എന്ന് പറയുന്നത് ദീനിനെതിരാണ്. ഉപയോഗിക്കുകയില്ല, ആസ്വദിക്കാൻ തന്നെ വയലൊന്നു പറഞ്ഞു, ഉപയോഗിക്കുകയേ ഇല്ല എന്ന് പറയുന്നത്. ഷറയിനെ ആസ്വദിക്കുക എന്നുള്ളത് അല്ല എഴുത്തിമാദ് അലൽ അസ്ബാബ് ഷിർക്കാണ്. അപ്പോൾ എഴുത്തിമാദ് അലല്ലാ, അള്ളാഹുവിലാണ് ആസ്വദിക്കേണ്ടത്, സബബുകളെ ഉപയോഗിക്കണം. അപ്പോൾ സബബുകളെ ഉപയോഗിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യവസ്ഥയാക്കിയിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചികിത്സിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു കാരണം അതാണ്, ചികിത്സിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ചികിത്സിച്ചു എന്നതുകൊണ്ട് രോഗം മാറണമെന്നില്ല. രോഗം മാറാനല്ല ചികിത്സിക്കുന്നത് എന്നർത്ഥം. രോഗം മാറാനുള്ള ഒരു കാരണമാണിത്. ഇതുപയോഗിച്ചാൽ രോഗം മാറാം. മാറ്റുന്നവൻ അള്ളാഹുവാണ്. മനസ്സിലാകുന്നുണ്ടോ? ചികിത്സിച്ചാൽ എന്തായാലും രോഗം മാറുമെങ്കിൽ ഇന്ന് രോഗികളുണ്ടാവോ? ഇന്ന് എത്ര ഓരോ വർഷവും പുതിയ ഹോസ്പിറ്റലുകൾ വരെയല്ലേ. രോഗികൾ കൂടുകയെന്നല്ലാണ്ട് കുറയുന്നില്ലല്ലോ. എത്ര ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്, എന്നിട്ടും രോഗികൾ കൂടുന്നല്ലേ. രോഗികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് ചികിത്സിക്കുന്നവർ തന്നെ പുതിയ രോഗികൾ ഉണ്ടാക്കുന്നത് പോലെയാണ്. അതിൻ്റെ പിന്നിലും കുറേ ബിസിനസ്സുകളുണ്ട്. രോഗികൾ ഉണ്ടാകുക എന്നുള്ളത് ആ ഗുളിക ബിസിനസ് ചെയ്യുന്നവർക്ക് ആവശ്യമാണ്. പിന്നെ രോഗികളൊക്കെ ഇല്ലാണ്ടായി എല്ലാവരും ആരോഗ്യവാന്മാരായ പിന്നെ ഗുളിക വിറ്റ് ജീവിക്കുന്നവരെന്ത് ചെയ്യും? അവർക്ക് അവിടെ ഗുളികയൊക്കെ മെഡിക്കൽ ഷോപ്പൊക്കെ പൂട്ടേണ്ടി വരും, മരുന്ന് കമ്പനികളൊക്കെ പൂട്ടേണ്ടി വരും. അപ്പോൾ രോഗികൾ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അവർ പൂർണ്ണമായും രോഗം മാറുന്ന മരുന്നുകൾ തന്നോളന്നില്ല. എല്ലാ മരുന്നുകളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചില മരുന്നുകൾ ഒരു രോഗത്തിന് ശമനമാണെങ്കിൽ ആ രോഗം മാറുമ്പോൾ ആ ഗുളിക ഉപയോഗിച്ചതിൻ്റെ പേരിൽ വേറൊരു രോഗം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പാരസെറ്റമോളിനെ കുറിച്ചൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടത്, പാരസെറ്റമോൾ കഴിച്ചാൽ 3 ക്യാൻസർ ഉണ്ടാവും, 3 തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാവും എന്ന് പറയുന്നത്. പാരസെറ്റമോൾ കഴിക്കാത്ത ആരാളുള്ള? എല്ലാവരും കഴിക്കുന്നുണ്ട്. പനിക്കും തലവേദനക്കും പോലുള്ള വേദനകളൊക്കെ ഉള്ള അല്ലേ പെയിൻ കില്ലർ എന്ന് പറയുന്നു. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാകുന്നവരെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കരുത്, ഡോൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസുകളുണ്ട്. ഒരാൾ സമർത്ഥിക്കുന്നുണ്ട് 3 തരം ക്യാൻസറുകൾ പാരസെറ്റമോൾ കഴിച്ചാൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ഡോക്ടർമാരും എഴുതി കൊടുക്കുന്ന ആദ്യത്തെ ഗുളിക ഫസ്റ്റ് പാരസെറ്റമോൾ അല്ലേ ആണ്. അപ്പോൾ അതൊക്കെ രോഗം മാറാനല്ല ചികിത്സിക്കുന്നത്. രോഗം മാറുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അനുഭവേദ്യമായ മരുന്നുകൾ ഉപയോഗിക്കുന്നു. അത് പഠിപ്പിക്കപ്പെട്ടതായതുകൊണ്ട് രോഗം മാറാതിരിക്കാം. ഒരേ ഡോക്ടറിൻ്റെ കീഴിൽ ഒരേ രോഗമുള്ള 2 രോഗികൾ വന്ന് ചികിത്സിക്കുകയും ഒരു രോഗിയുടെ രോഗം ശിഫിയാകുകയും മറ്റേ ആൾക്ക് ശിഫിയാകാതിരിക്കുകയും ചെയ്യുന്നു. എന്താണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ചികിത്സിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു, സബബുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സബബുകൾ ഉപയോഗിക്കണം എന്നതാണ് ചികിത്സിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം.
അള്ളാഹു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ചിട്ടുള്ളത്. ചില ഫുഖഹാക്കൾ എഴുതിയത് ചികിത്സ തേടാതെ മരണപ്പെട്ടാൽ നിർബന്ധമായും ചികിത്സിക്കേണ്ട രോഗങ്ങളുണ്ടാവും. വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടേണ്ട രോഗങ്ങളിൽ ചികിത്സിക്കാതെ മരണപ്പെട്ടാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്ത കുറ്റം കിട്ടും. പോലുള്ള വിഷയമാണത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായം തവക്കുലാണ് അഫ്ദൽ എന്ന് പറയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണേണ്ടതായ കഠിന രോഗങ്ങൾ വന്നാൽ മാത്രം നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവുക. അല്ലാത്തടുത്ത് നിങ്ങൾ ക്ഷമിക്കുക, തവക്കുൽ ചെയ്യുക. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് ഉദ്ധരിച്ചുകൊണ്ടത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടും അദ്ദേഹം അതാ പറയുന്നത്. എന്താണ് നാം നേരത്തെ പറഞ്ഞ പോലെ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അത് പലയിടത്തേക്കും പോകാൻ കാരണമായി തീരും. അതൊക്കെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കാത്തയിടത്തേക്കാണ് നമ്മൾ അപകടത്തിൽ ചെന്നെത്തുക. നമ്മളെ ആശ്രയം അള്ളാഹു അല്ലാത്തവരിലേക്കാകുക, തവക്കുൽ അള്ളാഹു അല്ലാത്തവരിലാകുക, അള്ളാഹു അല്ലാത്തവരിൽ നിന്നും ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക എന്നിടത്തൊക്കെ അത് പോകും. രോഗിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണത്. അപ്പോൾ രോഗി ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതാണ്. രോഗം തന്നത് അള്ളാഹുവാണ്, രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. അള്ളാഹിനോട് പറയാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചികിത്സിക്കാൻ അനുവദനീയമാണ്. വിദഗ്ധരായ അഗ്രഗണ്യന്മാരായ വിവരമുള്ള ഡോക്ടർമാരെ ചെന്ന് കണ്ട് അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുക. അപ്പോഴും നീ വിശ്വസിക്കേണ്ടതാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് മാത്രമാണ്, ഇതിൽ ആശ്രയിക്കാൻ പാടില്ല. മാറ്റുന്നത് അള്ളാഹുവാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത്, ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കുന്നിടത്ത് രോഗി എത്താതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അല്ലേ? അപ്പോൾ ചികിത്സിക്കാതെ രോഗം മൂർച്ഛിക്കുകയും രോഗി വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആവുകയും ചെയ്താൽ ആ രോഗി എന്തു പറയും? അപ്പോൾ പലതിനെ നിഷേധിക്കുന്നിടത്തെത്തും. ആ നിഷേധിക്കുന്നിടത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതൻ പറഞ്ഞത് ഖദറിനെ നിഷേധിക്കുന്നിടത്ത് എത്താൻ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ പഴിചാരുന്നിടത്തേക്ക് എത്തും. ചികിത്സിച്ച് കഴിഞ്ഞാൽ ഓൻ എന്ത് ചെയ്യില്ല, ഓൻ്റെ സംസാരം വേറെ വഴിക്ക് പോകില്ല. ചില രോഗികളെ കാണാം, ഡോക്ടർക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെ തിരിച്ചു വന്നാൽ മതി, രോഗം പകുതി മാറും. രോഗിയും കൂടെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തുനിന്ന് തിരിച്ചു വന്നു, ഹോസ്പിറ്റലിന് ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തുനിന്ന് വണ്ടി തിരിച്ചു വന്നാൽ അവൻ്റെ പകുതി രോഗം മാറി. ഹോസ്പിറ്റലിൽ കണ്ട രോഗം മാറുന്ന ആൾക്കാരുണ്ട്, ഡോക്ടറെ കണ്ട രോഗം മാറുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നാൽ തന്നെ രോഗം മാറി. മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹം രോഗിയായ സന്ദർഭത്തിൽ ചില ഡോക്ടർമാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന മരുന്നുകൾ അന്വേഷിക്കണം. അല്ല, അദ്ദേഹം എന്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രോഗത്തിന് കാരണം അമിതമായ ഉറക്കമൊഴിയലും മറ്റുമാണ് അദ്ദേഹത്തിന് രോഗത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ വായന ഒഴിവാക്കണം, എഴുത്ത് ഒഴിവാക്കണം, ഉറക്കം ഒഴിവാക്കുന്നത് കുറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, മനസ്സിൻ്റെ റാഹത്താണല്ലോ ഷിഫ. മനസ്സിന് പ്രശ്നമില്ലാതിരിക്കലാണ് ശരിക്കും ഷിഫ. എനിക്ക് രോഗമില്ല എന്ന് പറഞ്ഞാൽ രോഗമില്ല. അല്ലെ, പണ്ടൊരു കഥ പറയലുണ്ട്. ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ തവള അടിച്ചു. തവള കടിച്ചതിന് ശേഷം അയാൾ നോക്കിയപ്പോൾ കണ്ടതൊരു പാമ്പിനെയാണ്. അല്ലോ, എന്നെ പാമ്പ് കടിച്ച് അയാൾ മരിച്ചു. അയാളെ ചിന്ത എന്താണ്? പാമ്പ് കടിച്ചു എന്നാണ്. കടിച്ചത് തവളയാണ്, അയാൾ മരണപ്പെട്ടു. വേറൊരാൾ നടന്നു പോയപ്പോൾ അയാളെ പാമ്പ് കടിച്ചു. കടി കൊണ്ടിട്ട് അയാൾ കാല് പൊന്തിച്ച് നോക്കുമ്പോൾ കണ്ടത് തവള ചാടിപ്പോന്നെയാണ്. തവളയാ, നടന്നുപോയി, അയാൾക്കൊന്നും ആയില്ല. പണ്ട് പറയുന്നൊരു കഥയാണ്, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ. മനസ്സിൻ്റെ മാനസികാവസ്ഥ പറയാൻ വേണ്ടി പറയാണ്. അപ്പോൾ കടിച്ചത് കൊണ്ടല്ല എന്തായത് ഇയാൾ മരിച്ചതും മരിക്കാണ്ടുന്നതും, കടിച്ചത് എന്ത് എന്നുള്ള അയാൾ അറിഞ്ഞപ്പോഴാണ് മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഷെയ്ഖ് സിബിത്തി പറയുന്നത് മനസ്സിൻ്റെ നല്ല അവസ്ഥയാണല്ലോ ഷിഫ. മനസ്സിന് റാഹത്ത് കിട്ടലാണ് ശരിക്കും ശമനം. ഡോക്ടറെ കാണാൻ പോകുന്ന രോഗി അയാൾക്ക് എന്തുകൊണ്ടാണ് ശമനം വരുന്നത്? ആ ഡോക്ടറുടെ വർത്താനാണ്. പ്രശ്നമൊന്നുമില്ല, കുറച്ച് പനിയുണ്ട്, ഇന്ന് ഗുളിക കുടിച്ചാൽ മാറും, 3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ വാ എന്ന് പറയുമ്പോൾ തന്നെ സമാധാനമായി അല്ലേ? 3 ദിവസം കൂടി നോക്ക്, മാറിയില്ലെങ്കിൽ എൻ്റെ കണ്ടിട്ട് വാ, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് റാഹത്തായി. അതാണ് മനസ്സിൻ്റെ റാഹത്താണ്. എനിക്ക് വായനയിലൂടെയും പഠനത്തിലൂടെയുമാണ് ഈ റാഹത്ത് കിട്ടുന്നത്, അതെനിക്കുള്ള ചികിത്സയല്ലേ എന്ന് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹാദാ ഖാരിജു ഇലാജിന,
ഇത് നമ്മുടെ ചികിത്സക്ക് പുറത്താണ്, ഇങ്ങനെ ചികിത്സിക്കാൻ നമുക്കറിയില്ല. അങ്ങനെ ഉള്ള ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ രോഗിയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെ തേൻ കിട്ടുന്നു, എന്തോ ഒരു മരുന്നുണ്ട്, അത് വാങ്ങണം എന്ന് പറഞ്ഞു. പണ്ട് എഴുതിയത് ഇമാം ബുഖാരിക്ക് പോകാൻ സമയം കിട്ടിയില്ല, അദ്ദേഹം വാങ്ങാൻ പോയിട്ടില്ല, അദ്ദേഹം തലബുൽ ഇൽമിൽ സമയം ചിലവാക്കിയിരുന്നു. അപ്പോൾ പണ്ഡിതന്മാർ രോഗത്തെക്കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഹദീസിൻ്റെയും ആയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള എഴുത്തുകൾ വായിക്കുകയാണെങ്കിൽ വേറെ ലോകമാണ് രോഗവും. നമ്മൾ സംസാരിക്കുന്നിടത്തേ അല്ല. ഡോക്ടർമാരൊക്കെ അത് വായിച്ചു പോയാൽ ചിലപ്പോൾ ഡോക്ടർമാർ മതി, ഞാൻ ചികിത്സിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞു പോകും, വേറൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് രോഗം. അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ. രോഗങ്ങളെ പണ്ഡിതന്മാർ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. അൽ അംറാദുൽ ബദനിയ, അൽ അംറാദുൽ ഖൽബിയ. ശാരീരിക രോഗം, മാനസിക രോഗം. രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളാണ്. ഇന്നത് കഴിക്കണം, ഇന്ന മരുന്ന് കഴിക്കണം എന്ന് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ എന്താ പറയുക, ആയുർവേദിക്കിലെ ഹോമിയോ, യുനാനി ചികിത്സയിലൊക്കെയുള്ള അവരുടെ മെത്തേഡുകൾ എന്തിനാണ്, കഫത്തിൻ്റെ സന്തുലിതാവസ്ഥ, രക്തത്തിൻ്റെ സന്തുലിതാവസ്ഥ, അതൊക്കെ പഠിച്ചിട്ട് അതിനെ സന്തുലിതമാക്കുക എന്നുള്ളതാണ്. അത് അസന്തുലിതമാകുമ്പോഴാണ് രോഗത്തിന് പ്രശ്നം. അപ്പോൾ അതിനെ സന്തുലിതമാക്കാനുള്ള പരിഹാരങ്ങളാണ് അവർ കണ്ടുപിടിക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ആയങ്ങളിലേക്ക് പഠിച്ചിറങ്ങിയാൽ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ വേറെ ലോകമാണത്. അപ്പോൾ അലോപ്പതി പഠിച്ചവരായിരിക്കാണ് അലോപ്പതിയാണ് ചികിത്സാ ലോകം എന്ന്. ഇതിൻ്റെ പുറത്തേക്ക് ആയുർവേദിക്കും ഹോമിയോ ഒക്കെ പഠിക്കാൻ തയ്യാറായാൽ മറ്റു അലോപ്പതി പറയാത്ത മറ്റു വശങ്ങളാണ്. അലോപ്പതിയുടേത് ഞാൻ പറഞ്ഞില്ല, രോഗവുമായിട്ടുള്ള ഫൈറ്റാണ് അലോപ്പതി. രോഗത്തെ കൊല്ലുക എന്നുള്ളതാണ്, രോഗത്തെ ഒരു ശത്രുവായി കണ്ടതിനെ കൊല്ലുക എന്നുള്ളതാണ് അലോപ്പതി സിസ്റ്റം. ഹോമിയോ അങ്ങനെയല്ല, ഹോമിയോ നേരെ തിരിച്ചാണ്, രോഗത്തെയല്ല ചികിത്സിക്കുക, രോഗിയാണ് ചികിത്സിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അള്ളാഹുവിൻ്റെ സംവിധാനത്തിൽ അസന്തുലിതത ഉണ്ടാകുമ്പോഴാണ് അത് ശരീരം പ്രകടിപ്പിക്കുന്നത്, പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനെ സന്തുലിതമാക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാക്കാം, എങ്ങനെയും ആക്കാം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഓരോ വ്യത്യസ്ത പഠനങ്ങളിലേക്ക് ഓരോ ചികിത്സാ രീതിക്കാർ ചെന്നെത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ വ്യത്യസ്ത രീതികൾ 10ഓളം ചികിത്സാ രീതികൾ അറിയപ്പെട്ടതുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എല്ലാം ഏറ്റവും അറിയപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത അലോപ്പതി, ഹോമിയോ, യുനാനി, ആയുർവേദിക് പോലുള്ള ചികിത്സാ രീതികൾ. അതല്ലാത്തതും കുറേ ചികിത്സാ രീതികൾ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞത് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി എന്നാണ്. ഒന്ന്, സബബുകളെ ഉപയോഗിക്കുക എന്നുള്ളത് നീ പഠിപ്പിച്ച കാര്യമാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ഖദർ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അസ്വസ്ഥനാകുക എന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനെ നിഷേധിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നിഷേധിക്കുന്നിടത്തേക്ക് ആ വ്യക്തി എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ശമനമുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ന് ലാസ്റ്റ് വാക്ക് പറയാൻ പറ്റുകയില്ല. ശമനമുണ്ടാകാം, ഇല്ലാതിരിക്കാം, അതൊക്കെ അള്ളാഹിൻ്റെ കയ്യിലാണ്. അവിടെ അള്ളാഹുടെ പറയേണ്ടത്, അള്ളാഹു ഞാൻ ചികിത്സിച്ചു, ഇന്ന ഡോക്ടറെ കണ്ടു, ഡോക്ടർ നിർദ്ദേശിച്ച ഇന്ന മരുന്നുകൾ ഞാൻ കഴിച്ചു, മാറ്റേണ്ടവൻ നീയാണ്. അതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട്. റസൂൽ പറഞ്ഞു, വലാ തദാവൂ ബി ഹറാം, ഹറാം കൊണ്ട് നീ എന്ത് ചെയ്യരുത്, ചികിത്സിക്കരുത് എന്നുള്ളത്. അപ്പം ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലും കുറേ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ 2 വശങ്ങൾ. ഒന്ന്, ഹറാമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയിൽ ശമനമുണ്ടെങ്കിലും ചികിത്സിക്കാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണത്. ഹറാമായ വസ്തുക്കൾ ശമനമുണ്ട് എന്നതുകൊണ്ട്, ചികിത്സാ രീതിയാണത്, അറിയപ്പെട്ട ചികിത്സാ സംവിധാനമാണത് എന്നതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. അല്ല തദാവൂ ബി ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കുന്ന നിരോധനമുണ്ട്, അത് ഹറാമാണ്. ഹറാമായ വസ്തുക്കളെ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് ഹറാമാണ്. ഒരു വശം അതാണ്. അപ്പം അതിലും ഒരുപാട് പഠനം പഠിക്കാനുണ്ട്. രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയതയിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് പറയുന്ന വാചകത്തിലും ഒരുപാട് ആശയതലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് പല സംവിധാനങ്ങളുണ്ട്, ചികിത്സാ രീതികളുണ്ട്. ആരാണ് ഇത് ഹറാമാണോ ഹലാലാണോ അന്വേഷിക്കുന്നത്? ഇല്ല, അന്വേഷിക്കുന്നേ ഇല്ല.
ഇന്ന് രോഗത്തിന് എന്താ ചികിത്സ? ഇന്ന് ചികിത്സ ഉണ്ട്, നാളെ പോക്കന്നെ. എനിക്കറിയുന്നില്ല. പഠിക്കുന്നവർ ഹലാലായ ചികിത്സാ സംവിധാനങ്ങളാണ് ഞാൻ പഠിക്കുന്നത്, അതല്ല ഹറാമാണോ എന്ന് നോക്കുന്നില്ല. ഞാൻ ഇപ്പം ഫിസിയോതെറാപ്പിയാണ് ഞാൻ പഠിക്കുന്നത്. ആ ഫിസിയോതെറാപ്പിയുടെ കിതാബിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം പഠിക്കുകയാണ്. ഇത് ഹലാലാണോ ഹറാമാണോ നോക്കുന്നില്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പം മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാവണം. വിശ്വാസികളായവർക്ക് ആ ചിന്ത, ഞാൻ പഠിക്കുന്നതിൽ ഹലാൽ ഹറാമുകളുണ്ടോ, ഹലാലായ ചികിത്സാ രീതികളാണോ ഞാൻ പഠിക്കുന്നത്, ഹറാമായ ചികിത്സാ രീതികൾ എൻ്റെ പഠനത്തിൽ വരുന്നുണ്ടോ എങ്കിൽ ആ ചികിത്സാ രീതികൾ മാറ്റിവെക്കണം. ഹലാലായ ചികിത്സാ രീതികൾ മാത്രമേ ചികിത്സയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹറാമായ ചികിത്സാ രീതിയാണെങ്കിൽ സമ്പാദ്യം ഹറാമാവും. ഒരു വിഷയമല്ലേ? അപ്പോൾ ആ തലവും കൂടി ചിന്തിക്കണം. രണ്ടാമത്തേത്, ഹറാമായ ചികിത്സാ രീതി ഉപയോഗിച്ചാൽ ചിലപ്പോൾ ശമനമുണ്ടാകുകയില്ല. റസൂലുള്ളാഹി കള്ളിനെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യരുത്, അല്ല നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്, ഹറാം കൊണ്ട് ചികിത്സയിൽ അല്ലാഹു നിങ്ങൾക്ക് ശിഫ വെച്ചിട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്, ഹറാം കൊണ്ടുള്ള ചികിത്സയിൽ നിങ്ങൾക്ക് ശമനം വെച്ചിട്ടില്ല. അപ്പം അള്ളാഹുവിൻ്റെ പരീക്ഷണം ഒന്നുകൂടെ കൂടാൻ കാരണമായി തരും. നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണമായി മാറാം. ഹറാമായ കാര്യം ചികിത്സിച്ചിട്ട് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും ഒരാൾ ഹറാമായ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ അള്ളാഹു രോഗം മാറിയേക്കാം. രോഗം മാറിയത് കൊണ്ട് അത് ഹലാലാണെന്നല്ല. ഒരു കാര്യം റിസൾട്ട് ഉണ്ടായി എന്നതെന്തല്ല, അത് ഉപയോഗിക്കാം എന്നതിന് തെളിവല്ല. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയെന്നത് കൊണ്ട് മരിച്ചു വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന ചില കുബൂരികളായ ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. മരിച്ചവരെ വിളിച്ച് ദർഗയിൽ പോകാമെന്നതിന് തെളിവായി പറയൽ എൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി പറയാണ് ഞാൻ യേശുവിനെ വിളിച്ചിട്ട് എൻ്റെ പ്രശ്നം മാറിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് യേശുവിനെ വിളിക്കാമെന്ന്. ഒരാൾ പറയാണ് ഞാൻ ഉസൈറിനെ വിളിച്ചിട്ട് എൻ്റെ ജൂതം പറയാണ്. ഒരു ഹിന്ദു പറയാണ് ഞാൻ എൻ്റെ ബിംബങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറിയിട്ടുണ്ട്. ആവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ അനുവദനീയമാണെന്നാണോ? അല്ല. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തേത്, നമ്മൾ ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഷറഅ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, ഷറഅ് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഷറഅ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാകണം ചികിത്സിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഷറഅ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഷറഅ് വിരോധിച്ച കാര്യങ്ങളാകാൻ പാടില്ല, അതാണ് ലാ തദാമു ബി ഹറാം, ഹറാം ഉണ്ടാകാൻ പാടില്ല. രണ്ട്, ഷറഇന് എതിരായതാകാൻ പാടില്ല. ഷറഅ് നിശ്ചയിച്ച, ഷറഅ് കൽപ്പിച്ച അല്ലെങ്കിൽ ഷറയിൽ സ്ഥിരപ്പെട്ട മറ്റ് കാര്യങ്ങൾക്ക് എതിരാകുന്ന കാര്യങ്ങളാകാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഷറഅ് പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അനുവേദ്യമായ ഇസ്തിമാലു അൽ അസ്ബാബിൽ മുജറബായ കാര്യങ്ങൾ കൊണ്ടുള്ള ചികിത്സയാകണം. ഷറഅൻ വ കൗനൻ, കൗനിയായതായാലും മുജറബായ അസ്ബാബുകളാവണം. മുജറബായ അസ്ബാബുകളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷറഅ് വിരോധിച്ച വസ്തുക്കളാകാൻ പാടില്ല, സബബുകളാകാൻ പാടില്ല. ഷറഅ് വിരോധിച്ച സബബുകളാകുമ്പോൾ ആ ചികിത്സയും ഹറാമാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഷറഅ് നിരോധിച്ച കാര്യം നജിസ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അത് വസ്തുവാണ്, നജിസ് വസ്തുവാണ്. കൗനിയായ ചികിത്സയിൽ നജിസ് വരാം, നജിസായ വസ്തുക്കൾ കൊണ്ടുള്ള ചികിത്സ ഉണ്ടാകാം, പാടില്ല. ഷറഈ ആണെങ്കിൽ സിഹർ, ഒരാൾ സിഹറിലൂടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് ബാധിക്കുന്ന രോഗങ്ങൾ അതിൽ 80% അല്ലെങ്കിൽ 85% മസ്സു ഷൈത്താനാണ്, ഷൈത്താൻ്റെ സ്പർശനമാണ്. 15% മാത്രമാണ് വിഷലിപ്തമായ വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്നത് രോഗം, വിശിഷ്ട കുട്ടികൾക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേ ഗ്രന്ഥങ്ങളുണ്ട്, ഇലാജുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. 2 ഗ്രന്ഥങ്ങളാണ്. ആലിജ് നഫ്സക ബിൽ ഖുർആൻ. രണ്ടാമത്തേത് മൻഹജുൽ ഇസ്ലാം ഫി ഇലാജിൽ അംറാദി വ ശിഫാഇൽ അസ്ഖാം. രോഗം മാറുന്ന വിഷയത്തിലും രോഗം ചികിത്സിക്കുന്ന വിഷയത്തിലുമുള്ള ഇസ്ലാമിൻ്റെ മൻഹജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബാണിത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ല നിലപാട് കിട്ടും നമുക്ക്.
അപ്പോൾ ഡോക്ടർമാർ ഈ വിഷയത്തിൽ നല്ല കാഴ്ചപ്പാടുള്ള ആളായുണ്ടല്ലോ. നമ്മൾ നമ്മൾ പറയുന്ന പോലെ 100 100ആയി. വെറും അതിൽ മാത്രം പഠിച്ചൊന്നും ഇത് ഭൗതിക വിഷയമാണ്, ഒരു സമ്പാദനത്തിനുള്ള ഒരു വഴി മാത്രമാണ് എന്ന് കാണരുത്. അതിനപ്പുറത്ത് ഡോക്ടർമാർ ശരയ്യായ ഈ വഴികളൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു നല്ല കഴിവുള്ള മാഹിറായ ഡോക്ടറാകുക എന്നതോടൊപ്പം തന്നെ ഒരു ആത്മീയ ഗുരുവാവാനും രോഗികൾക്ക് സമാധാനം നൽകുന്ന ഒരു എന്താ പറയുക, ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നിടത്തേക്കും ഡോക്ടർക്കാകാൻ പറ്റും. വലിയൊരു ലോകമാണ് ചികിത്സാ മേഖല. അപ്പോൾ ഡോക്ടർമാർ പഠിക്കുന്ന ആൾക്കാർ ഇത് കച്ചവടം അല്ല, ജോലിയാണ്, സമ്പാദന മാർഗമാണ്, അത്തരത്തിലുള്ളൊരു ഭൗതികപരമായ കാര്യം മാത്രമാണ് എന്നതിൽ ഒതുങ്ങരുത്. ഇതിലേക്കുള്ള അറിവ്, വിശാലമായ അറിവുകളുണ്ട്, അതൊക്കെ പഠിച്ചെടുക്കണം. അതിലേക്ക് വായനകൾ പോകണം, അതിന് സമയം ചിലവാക്കണം. നമുക്ക് അപ്പോൾ ലാ തദാവൗ ബി ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് പറയുമ്പോൾ അത് ശർഅൻ ഹറാമായതും പാടില്ല, അതായത് ശർഈയായി ഹറാമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശർഈ ഹറാമായ കാര്യം എന്ന് പറഞ്ഞാൽ ഷിർക്കടങ്ങിയത് ഹറാമാണ്. ഷിർക്കൻ ചികിത്സാ രീതികൾ, അറുക്കിയ ഷിർക്കിയ പാടില്ല. അതേപോലെ തന്നെ ബിദ്അത്ത് പരമായ ഷിർക്കുൻ അസ്ഗറായ കാര്യങ്ങൾ, ശർഈയായ ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്ന ചികിത്സാ രീതികളുണ്ടല്ല. കൗനനാകാനും പാടില്ല. കൗനാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ വസ്തുക്കൾ കൊണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ ഹറാമായ ചികിത്സാ രീതികളെ ഒരുപാട് എണ്ണിയിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ എണ്ണിത്തരാം. ഹറാമായ ചികിത്സാ രീതി അത് ശർഈയായതാവട്ടെ കൗനിയായതാവട്ടെ. ഒന്നാമത്തേത് സാഹിര്യങ്ങളെ കാണാൻ പോക്ക്. ലോകത്തിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് പ്രശ്നവും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ആരോ സിഹർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചെയ്യും, സാഹിര്യങ്ങളെ കാണാൻ വേണ്ടി പോകും. സിഹർ ചെയ്യുക എന്നുള്ളത് കുഫറാണ്. സിഹർ തൃപ്തിപ്പെടൽ കുഫറാണ്. മൻ ഫഅലഹു ഔ റളിയ ബിഹി കഫർ, നമ്മൾ പഠിച്ചതല്ലേ. ആരെങ്കിലും സിഹർ ചെയ്യുകയോ സിഹർ തൃപ്തിപ്പെടുകയോ ചെയ്താൽ അപ്പം കാഫിറാവും. അപ്പോൾ സാഹിര്യങ്ങളെ കണ്ടിട്ട് പ്രശ്നപരിഹാരത്തിന് പോകുക എന്നുള്ളത് ശമനം കിട്ടൂലേ, റിസൾട്ട് കിട്ടൂലേ? റിസൾട്ട് കിട്ടും, പക്ഷെ അതല്ല, പാടില്ലാത്തതാണ്. അത് ശിർക്കാണ്, കുഫറാണ്. എത്ര ആൾക്കാർ അവരുടെ പല രോഗങ്ങളും സിഹറിലൂടെ മാറ്റിയിട്ടുണ്ട്. സാഹിര്യങ്ങളായ ആൾക്കാർ അതിനു വേണ്ടി മാറിയിരിക്കുന്നുണ്ട്. അത് മസു ശൈത്താനായതുകൊണ്ട് തന്നെ അവരുടെ ശിർക്കൻ കുഫ്രൻ പ്രവർത്തനങ്ങളിലൂടെ അവരതിനെ മാറ്റും. അതാണ് ഒരു സഹാബിയുടെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീരിങ്ങനെ വരും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ തോന്നും. അപ്പം അടുത്തുള്ള ഒരു ജൂത സ്ത്രീയുടെ അടുത്തേക്ക്, ജൂത വൈദ്യൻ്റെ അടുത്തേക്ക് ഈ ഭാര്യ പോകും. അവിടെ പോകുമ്പോൾ കണ്ണുനീർ മാറും, കണ്ണുവേദന മാറും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ആ സഹാബി, പേര് മറന്നുപോയി, അബ്ദുല്ലാഹി മസ്ഊദ് ആണ് എൻ്റെ നല്ല ഓർമ്മ, പറഞ്ഞു അത് ശൈത്താൻ കുത്തുന്നതാണ്. നീ ആടെ പോകുമ്പോൾ ശൈത്താൻ കുത്തില്ല, ആടെ പോകാണ്ടിരിക്കുമ്പോൾ ശൈത്താൻ കുത്തും. ഇതാണ് ശൈത്താൻ കളിക്കുന്നത്. അപ്പോൾ മസു ശൈത്താനാണ് അധികം. അപ്പോൾ ശൈത്താൻ നമ്മളെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് ഉലമാക്കൾ പറഞ്ഞത് ചിലപ്പോൾ ശൈത്താൻ വിഗ്രഹത്തിൻ്റെ പിന്നിൽ സംസാരിക്കുക വരെ ചെയ്യും, മറയിൽ നമ്മൾ സംസാരിക്കുക ചെയ്യും, നമ്മളെ പേപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കേട്ടിട്ട് നമ്മൾ പേച്ചു പോകും. ഷിർക്കിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ശൈത്താൻ, കുഫറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ശൈത്താൻ ഏറ്റെടുത്ത വിഷയമാണ്. നമ്മളെ വേപ്പിയേപ്പിക്കും. ഞാൻ അവരെല്ലാവരെയും പേപ്പിക്കുമെന്ന് അള്ളാഹുവോട് പറഞ്ഞല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാഹിറിനെടുക്കുമ്പോൾ ശൈത്താൻ കോംപ്രമൈസ് ആവും, അതുണ്ടാവില്ല. അപ്പോൾ ആ സാഹിറിൻ്റെ അടുത്ത് പോയതുകൊണ്ട് പ്രശ്നം പരിഹരിച്ച്. അപ്പം പല കുടുംബ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ സാഹിര്യങ്ങൾക്ക് പോകാൻ പാടില്ല. അത് ഹറാമായ ചികിത്സയിൽ പെട്ടതാണ്, അത് ശിർക്കാണ്, കുഫറാണ്. രണ്ടാമത് പണ്ഡിതന്മാരെ എണ്ണിയത് ജ്യോത്സ്യന്മാരടുത്തേക്ക് പോവുക. പ്രശ്നപരിഹാരത്തിന് ജ്യോത്സ്യന്മാരെ കാണാൻ വേണ്ടി പോവുക. എന്താണ് എൻ്റെ പ്രശ്നം, എനിക്കെന്തുണ്ടായതാണ്, എനിക്കെന്താ സംഭവിക്കുന്നത്, ആരെങ്കിലും സിഹർ ചെയ്തതാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരടുത്തേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യന്മാരടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാലേ. ആരെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോവുകയും എന്തെങ്കിലും കാര്യം അവനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ്റെ 40 ദിവസത്തെ രാത്രിയുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല.
ആ അതെ അതെ വീട് പോകുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ആഡ് വന്നുകൊണ്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പരസ്യം വന്നുകൊണ്ടുണ്ട്. ഭയങ്കര വിവരമുള്ള വിഷയമാണ് ഇതിൽ പെടും തീർച്ചയായിട്ടും. അത് ജ്യോത്സ്യപ്പണിയാണത്. ആയി എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നു, ഡൈവേഴ്സ് ആയ കാര്യങ്ങളൊക്കെ പറയുന്നു, അങ്ങനെയൊക്കെ ബർത്ത് ഡേറ്റ് അത് ഒരുപാട് കാര്യങ്ങൾ. ജനിച്ച ഡേറ്റ് കൊടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാം പറയും. അങ്ങനെ പറയാ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ അത് പറയാന്നുള്ളതൊക്കെ ഇതൊക്കെ ഇത് പണ്ഡിതന്മാരെ എണ്ണിയ കാര്യങ്ങൾ പറയുമ്പോൾ തിരിയും. ഒന്ന് രണ്ടാമത്തെ എന്താണ് ജ്യോത്സ്യന്മാരെ ചെന്ന് കാണുക. അതിലെന്താ അസ്ട്രോളജി അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ പിന്നെ അസ്ട്രോളമിയാ അസ്ട്രോളജിയാ എപ്പോൾ കാണാം യൂട്യൂബിൽ ഇങ്ങനെ കാണാത്, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പരസ്യം വരും. ഡേഞ്ചറാണ്, അതൊക്കെ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അത് സത്യപ്പെടുത്തുകയാണ് എങ്കിൽ അവൻ റസൂലുള്ളാഹി മുഹമ്മദിൻ്റെ മേൽ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ കുഫർ ചെയ്തവനാണ് എന്ന് വരെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾ ജ്യോത്സ്യനെ കാണുകയും ജ്യോത്സ്യം പറഞ്ഞ് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ ഇറക്കിയ ഗ്രന്ഥത്തെ നിഷേധിച്ച ആളാണ്, കാഫിറാണെന്ന് അർത്ഥം. ചോദിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല, സത്യപ്പെടുത്തിയാൽ അവൻ കാഫിറായി. ഇത് ചികിത്സ ഹറാമായ ചികിത്സാ രീതിയാണ്, കുഫറിലേക്കും ശിർക്കിലേക്കും ചെന്നെത്തിക്കുന്ന ചികിത്സാ രീതിയാണ്. മൂന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞത് താലീക്കുത്തമായും ഏലസ് കെട്ടൽ. ഏലസ് കെട്ടിയിട്ട് ഏലസ് കെട്ടിയത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നത്, ആ ഏലസിൽ അവലംബിക്കൽ. എഴുത്തിമാതു അലത്തമായും ഏലസ് കെട്ടുക. എന്നിട്ടോ ഈ ഏലസ് ഉള്ളിടത്തോളം കാലം എനിക്ക് എന്തില്ല, ഒന്നും സംഭവിക്കുകയില്ല. 2 രീതിയിലാണ് പ്രശ്നം വരുന്നത്. ഒന്ന് ഷിർക്കുൻ അക്ബറാണ്, എൻ്റെ ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്കുൻ അക്ബർ ആവുക ഈ ഏലസ് എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ, 2 ഈ ഏലസ് എന്നെ സംരക്ഷിക്കാനുള്ള ഒരു കാരണമാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അസ്ഗറായി. ഏലസ് നേരിട്ട് എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അക്ബറായി. ഏലസ് ഒരു കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അസ്ഗറായി. ഷിർക്കുൻ അസ്ഗറാകാനുള്ള മാനദണ്ഡം എന്താണ്? അള്ളാഹു ഷറാക്കാത്ത ഒരു കാര്യത്തെ, അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യത്തെ സബബാക്കൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത്. അള്ളാഹു സബബായി നിശ്ചയിക്കാത്ത ഒരു കാര്യത്തെ സബബായി നിശ്ചയിക്കൽ ഷിർക്കുൻ അസ്ഗറാണ്. ജഅലു മാലം യജ്അൽഹു ശറഉ സബബൻ. ഷറഅ് അല്ലാഹുവിന്റെ റസൂലോ സബബായി പഠിപ്പിക്കാത്ത ഒരു കാര്യത്തെ അത് രോഗം മാറാനുള്ള കാരണമാണ്, പ്രശ്നം പരിഹരിക്കാനുള്ള കാരണമാണ് എന്ന് നിശ്ചയിക്കുക എന്നുള്ളത് ഷിർക്കുൻ അസ്ഗറാണ്. അപ്പോൾ ഷറഈയായ ചികിത്സയാകണമെങ്കിൽ ഖുർആനിൽ സ്ഥിരപ്പെടണം, അതിൽ സ്ഥിരപ്പെടണം. കൗനിയായതാകണമെങ്കിൽ അത് നേരിട്ട് അനുഭവമുള്ളതാവണം, എല്ലാവർക്കും അനുഭവമുള്ള അതിൻ്റെ തഅ്സീർ മുബാശറത്താവണം, സിദ്ധിയാകാൻ പാടില്ല. നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞല്ല, അതാണത്. അപ്പോൾ താലീക്കുത്തമായും എന്താണ്? ഏലസ് കെട്ടുക എന്നുള്ളത് തെറ്റായ ചികിത്സാ രീതിയാണ്, ഹറാമായ ചികിത്സാ രീതിയാണ്. അത് ഷിർക്കുൻ അക്ബറാകാം, അത് ഷിർക്കുൻ അസ്ഗറാകാം. പഠിപ്പിക്കപ്പെടാത്ത ചികിത്സാ രീതിയാണത്. ഇന്നൊക്കെ സ്കൂട്ടറൊക്കെ വാങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ജാർത്തിൽ പോയിട്ട് പച്ച കെട്ടും സ്കൂട്ടറിന്, അപകടം ഉണ്ടാവില്ല. അപകടം ഉണ്ടായ സ്കൂട്ടറിലൊക്കെ കെട്ട് കാണും ചെയ്യുക. വിശ്വസിക്കാൻ പച്ചക്കെട്ട് കെട്ടിയാൽ അപകടം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൗനിയായ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക തീരുമാനം കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണത്. അള്ളാഹു ഭൗതിക ഈ ഭൂമിയെ എങ്ങനെയാണ് സംവിധാനിച്ചത്, ഖൈർ ഷെറുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ അതറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പച്ചക്കെട്ട് കെട്ടിയാൽ ഷെർ ഉണ്ടാവില്ല. ഇത് അള്ളാഹു തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ് ഖൈർ ഷെറുകളെ നിശ്ചയിക്കുന്നത് എന്നൊന്നും അറിയാത്ത ആൾ പച്ചക്കെട്ട് കെട്ടിട്ട് ഏലസ് കിട്ടും. ഏലസ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല, ഭയങ്കര വിശ്വാസം, ഭയങ്കര ആ ഏലസിൽ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഷിർക്കുൻ അക്ബറാണ് അത്. ഏലസ് സബബാണ്, അത് പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണമാണ് വിശ്വസിച്ചാൽ അതും ഹറാം തന്നെയാണ്, ഷിർക്കുൻ അസ്ഗറാണ്. നാലാമത്തത് ഹറാമായ ചികിത്സാ രീതി അത്തദാവി ബിൽ ഹംർ, കള്ള് കൊണ്ടുള്ള ചികിത്സ. കള്ള് കൊണ്ടുള്ള ചികിത്സ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞത് എന്താ അറിയോ? അത് ശമനമല്ല, അത് മരുന്നല്ല, മറിച്ച് അത് രോഗമാണ് എന്നാണ്. കള്ള് രോഗമാണ്. പക്ഷെ ഇന്ന് കള്ള് കൊണ്ടുള്ള ചികിത്സകൾ ഒരുപാട് നടക്കുന്നുണ്ട്. കള്ള് കൊണ്ടുള്ള ചികിത്സ പാടില്ല. രണ്ടാമത്തേത് കള്ളിൻ്റെ ഒപ്പം തന്നെ പണ്ഡിതൻ പറഞ്ഞത്
നജസായ വസ്തുക്കളെ കൊണ്ടുള്ള ചികിത്സ. നജസായ വസ്തുക്കളെ കൊണ്ടുള്ള ചികിത്സയും പാടില്ല. ഇത് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരെല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, അറിയേണ്ട വിഷയമാണ്. അതായത് ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല, കള്ള് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, നജിസ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഉദ്ദേശം നജിസ് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കള്ള് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് നജിസ് കലർത്തിയ, കള്ള് കലർത്തിയ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. നജിസ് കലർത്തിയ മരുന്നാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. കള്ള് കലർത്തിയ മരുന്നാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. മൂന്നാമത്തെ പണ്ഡിതന്മാരുടെ ചർച്ച ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ സംസാരം വിശാലമായ സംസാരമാണ്. അതായത് കള്ളും അല്ലെങ്കിൽ നജസായ വസ്തുക്കളും, പന്നിയിറച്ചി, പന്നിയുടെ എണ്ണ, അതൊക്കെ ഇന്ന് പലരും മരുന്നായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു. അല്ലാഹു ആലം. അവകൾ മരുന്നിലേക്ക് കലർത്തുന്നതിന് മുമ്പ് കത്തിച്ച് കരിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് മറ്റു വെള്ളത്തിൽ വെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് മറ്റൊരു വസ്തുവാക്കി, ഇസ്തിഹാലത്ത് എന്നാ പറയുക, ഇസ്തിഹാലത്ത്, നജസിനെ മറ്റൊരു വസ്തുവാക്കിയതിന് ശേഷമാണ് കലർത്തുന്നത് എങ്കിൽ പ്രശ്നമില്ല. നേരെ മറിച്ച് നേരിട്ട് മരുന്നിലേക്ക് കലർത്തിയതിന് ശേഷമാണ് വേറൊരു വസ്തുവാക്കുന്നത് എങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാഷ്ടം നജസാണല്ലോ, എന്നാൽ കാഷ്ടം കത്തിച്ച് വെണ്ണൂറ് വളമല്ലേ, അതിന് നജസല്ല. കാരണം അത് ആ കാഷ്ടം എന്തായി മാറി? പൂർണ്ണമായും മറ്റൊരു വസ്തുവായി മാറി. പൂർണ്ണമായും മറ്റൊരു വസ്തുവായി മാറുകയാണ് എങ്കിൽ പ്രശ്നമില്ല. നേരിട്ടുള്ള പഠിക്കേണ്ട വിഷയമാണത്. അപ്പോൾ നമ്മൾ മരുന്നുകളിൽ അങ്ങനെയുള്ള നജസ് കലർത്തപ്പെട്ട മരുന്നുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതിന് ബദലായി മറ്റു മരുന്നുകളുണ്ടെങ്കിൽ ആ മരുന്ന് എഴുതി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ആ മരുന്നേ ഉള്ളൂ, വേറൊരു മരുന്നും ഇല്ല. ആ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് രോഗി വലിയ ഹലാക്കിൽ എത്തിയേക്കാം എന്നൊക്കെയാണ് എങ്കിൽ ഇന്ദല്ലറൂറ, അത്യാവശ്യ ഘട്ടത്തിൽ അല്ലേ, അൽ മഹ്ദൂറാ തുബിഹു അല്ലറൂറാ തുബിഹുൽ മഹ്ദൂറാത്ത് എന്ന കായിക പ്രകാരം അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ ഹറാമ് കൊണ്ട് ചികിത്സിക്കാം. അല്ലാതെ യഥേഷ്ടം എപ്പോഴും ഇങ്ങനെയുള്ള ഹറാമായ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടത് കള്ള് മരുന്നാകാൻ പാടില്ല. നജസായ വസ്തുക്കൾ മരുന്നാകാൻ പാടില്ല. നജസ് കലർത്തപ്പെട്ട മരുന്ന് അത് എങ്ങനെ കലർത്തി എന്നുള്ളത് പരിശോധിക്കണം. അല്ലാഹു ആലം, പലതും നമുക്കറിയാത്തതാണ്. പിന്നെ പലതും നജസാണ്, കള്ള് അത് ഇന്നുണ്ട് എന്ന് പറയുന്നതിനില്ല. അതൊക്കെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അതായത് പുതിയൊരു മരുന്ന് കമ്പനി രംഗത്ത് വരുമ്പോൾ ആ മരുന്ന് കമ്പനിയെ തോൽപ്പിക്കാൻ പഴയ നല്ല കച്ചവടം നടന്നു പോകുന്ന മരുന്ന് കമ്പനി പുതിയ പുതിയ അപവാദങ്ങൾ ആ മരുന്ന് കമ്പനിയെ കുറിച്ച് പ്രചരിപ്പിക്കും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. സംഭവം അതാണ്. അപ്പോൾ ആരും വാങ്ങൂല, യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു ആലം. ഈ വിഷയത്തിൽ കുറേ പഠനങ്ങൾ നടത്തിന്, ഞാൻ കുറേ വായിച്ചിന്. എനിക്കൊരു എൻഡിലെത്താൻ പറ്റിയിട്ടില്ല, ഒരു ഫൈനൽ തീമെത്താൻ പറ്റില്ല. ഇപ്പോൾ ഗുഡ് ഡേ ബിസ്ക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, ഭയങ്കര ചർച്ചയാണ്. ഗുഡ് ഡേ ബിസ്ക്കറ്റിൽ പന്നി നെയ്യുണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പരിശോധിച്ചപ്പോൾ ഗുഡ് ഡേ അതിൽ ഒരിക്കലും ഇല്ല. ഗുഡ് ഡേയുടെ പാക്കറ്റിൽ പോലും അത് എഴുതുന്നില്ല എന്നാണ് പറയുന്നത്. പാക്കറ്റ് കവറിൽ എഴുതുമല്ലോ എന്തെല്ലാം ചേർന്ന്, അതുപോലും എഴുതുന്നില്ല. ഒരിക്കലും ഗുഡ് ഡേയിൽ എന്തില്ല, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആരാ പ്രചരിപ്പിക്കുന്നത്, എന്താ പ്രചരിപ്പിക്കുന്നത് പറയാൻ പറ്റില്ല. അതൊക്കെ എന്താണ്, ഓരോരുത്തരുടെ കുപ്പച്ചടങ്ങൾ. ഇന്ന് വാർത്ത പ്രചരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നജസ് കലർത്തപ്പെട്ട മരുന്നാണ് എങ്കിൽ, കള്ള് കലർത്തപ്പെട്ട മരുന്നാണ് എങ്കിൽ അത് എങ്ങനെ കലർത്തി പോലുള്ള അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പഠിക്കാതെ നമ്മൾ അതൊന്നും ഞാൻ അറിയില്ല, മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന മരുന്നൊക്കെ ഞാൻ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. കുറേയൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായി വിഷയത്തിലുള്ള വിവരം നമുക്ക് അറിയില്ല. ഒരു വസ്തുവായി വന്നതിന് ശേഷമാണല്ലോ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇത് നജസ് കലർത്തപ്പെട്ട് മറ്റൊരു വസ്തുവായാൽ അവിടെയാണ് പണ്ഡിതന്മാർ ചർച്ച. ചില പണ്ഡിതന്മാർ പറയുന്നത് നജസ് കലർത്തപ്പെട്ട് മറ്റൊരു വസ്തുവായി കഴിഞ്ഞാൽ പിന്നെ അതിന് നജസിൻ്റെ ഹുക്കുമില്ല. നിറമോ മണമോ രുചിയോ ഇല്ല എങ്കിൽ അത് തീർത്തും മറ്റൊരു വസ്തുവായാൽ അതിൻ്റെ വിധിയില്ല. ചില പണ്ഡിതന്മാർ പറയുന്നത്
ആ കലർത്തപ്പെടുന്നത് കലർത്തുന്നതിന് മുമ്പ് നജിസിനെ മാറ്റണം എന്നതിനെ കലർത്താൻ പറ്റുള്ളൂ. മരുന്നിലേക്ക് കലർത്തുന്നതിന് മുമ്പായിട്ട് കള്ളിനെയോ അല്ലെങ്കിൽ നജിസിനെയോ മറ്റൊരു വസ്തുവാക്കി മാറ്റിയതിന് ശേഷം മരുന്നിലേക്ക് കലർത്തിയതാണെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ മരുന്നിൽ കലർത്തിയിട്ട് മരുന്നടക്കം വേറൊരു വസ്തുവാക്കാകുമ്പോൾ അതിലെന്തുണ്ട്, കള്ളുണ്ട്, നജിസുണ്ട്, അതാവില്ല എന്നൊക്കെ രണ്ട് അഭിപ്രായങ്ങളൊക്കെ വായനയിൽ കാണാം. അത് നമുക്കൊന്നൊരു നല്ല ധൈര്യത്തിൽ ഒരു ഉറപ്പിച്ചൊരു മസല പറയാൻ കഴിയുന്നില്ല വിഷയത്തിലൊക്കെ. അള്ളാഹ് നമുക്ക് അറിയാത്ത വിഷയമാണ് അതൊക്കെ. എത്രത്തോളം പഠിച്ചെത്താൻ പറ്റും അവിടെയൊക്കെ കയ്യിലൊക്കെ മരുന്ന് കമ്പനി പോയിട്ട് പഠിക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി വരും. അതൊക്കെ സാധ്യമായ കാര്യമല്ല. അള്ളാഹു ആലം. അഞ്ചാമത്തെ അല്ലേ ഹറാമായ രീതി അല്ലേ? ഹിപ്നോട്ടിസം. അത്തദാവി ബിത്തൻവീമിൽ മഗ്നാത്തിസി. ഹിപ്നോട്ടിസത്തിലുള്ള ചികിത്സ പാടില്ല എന്ന് സലഫിലെ വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ലജിത്തു ദായ്മയുടെ ഫത്വയുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താണ്? ജിന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജ്യോത്സ്യപ്പണി പോലത്തെ ഒരു പണിയാണ് എന്നൊക്കെ. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാർ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ തന്നെ ഹിപ്നോട്ടിസം പോലെ തന്നെ മറ്റൊന്നാണ്, ഏഴാമത്തെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊന്നാണ് എന്താ പറയുക, അത്തദാവി ബിലബിസിൽ അസ്വിറത്തിൽ മാഗ്നറ്റിസിയ, കാന്തിക വള. ശരീരത്തിൽ ചില ഭാഗങ്ങളൊക്കെ കാന്തം പിടിപ്പിക്കും, കാന്തം ഫിറ്റ് ചെയ്തിട്ട് അത് രക്തത്തെ ശുദ്ധിയാക്കും, രക്തയോട്ടത്തെ എളുപ്പമാക്കും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. ഇതും ഹിപ്നോട്ടിസവും ഈ പറയപ്പെട്ട ഈ കാന്തം വെച്ചുകൊണ്ടുള്ള ഈ ചികിത്സയൊക്കെ അന്ധവിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ്. അള്ളാഹ് സബബാക്കാത്തതിന് സബബാക്കലാണ്. രണ്ട്, കൗനിയായി ശാസ്ത്രീയമായി സ്വീകരിക്കപ്പെടാത്ത ഒന്നാണ്. അതിന് ശാസ്ത്രീയപരമായിട്ട്, അതായത് മുബാശറത്തൻ നേരിട്ടെന്തില്ല, അതിൻ്റെ റിസൾട്ട് ഇല്ല, നേരിട്ട് റിസൾട്ട് കിട്ടുന്നതല്ല. ഈ കാന്തം വെക്കുന്ന ചികിത്സ നടത്തുന്ന ആൾക്കാർ അവർ പറയുന്ന വാദം മാത്രമാണ്. ശാസ്ത്രീയമായിട്ട് കാന്തം രോഗത്തെ ശുദ്ധിയാക്കുമെന്നത് ശാസ്ത്രീയമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ല, ശാസ്ത്രം സ്ഥിരപ്പെടുത്തിയിട്ടില്ല, ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടില്ല. രക്തയോട്ടത്തെ സ്പീഡാക്കും എന്ന് ശാസ്ത്രീയമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതൊക്കെ ഇവർ വെറും വാദം പറയുന്നത് മാത്രമാണ്. അതൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതൊക്കെ ഈ ജ്യോത്സ്യപ്പണി പോലുള്ള ഇതിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹ് നിശ്ചയിക്കാത്ത സബബാക്കാത്ത ഒരു കാര്യം സബബാക്കലാണ്, നേരിട്ട് റിസൾട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉപയോഗിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങൾ ചികിത്സയായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഹറാമായ ചികിത്സകളാണ്. ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ ഹറാമായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ് ഇത്. ശറയായി കൗനിയായതുമായി. കൗനിയായത് വരുന്ന പ്രധാനപ്പെട്ടത് എന്താണ്? ഒന്നീ പറഞ്ഞ കാന്തിക വള വെച്ചുകൊണ്ടുള്ള ഹിപ്നോട്ടിസം പോലുള്ളത്. രണ്ട്, കള്ളും അതായത് ഹറാമായ വസ്തുക്കളും നജിസായ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. ഇതാണ് കൗനിയിൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊക്കെ ശറയായ ഇതിലാണ് വരുന്നത്. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ മതി. ഇതല്ലാത്തതെല്ലാം അനുവദനീയമാണ്. ശറയ നിരോധിച്ച പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ചികിത്സയിലുള്ളതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാത്തതെല്ലാം അനുവദനീയമായിരിക്കണം. പ്രധാനമായും പണ്ഡിതന്മാരുണ്ടെന്ന ഈ 6 കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് പൊതുവേ പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്, നമ്മൾ അലോപ്പതി ഉപയോഗിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ ഹറാം വരുന്നുണ്ടോ, നജിസ് വരുന്നുണ്ടോ, അത് കള്ള് ഉപയോഗിക്കുന്നുണ്ടോ പോലുള്ള കാര്യങ്ങളാണ്. അല്ലാഹു അഅലം. അപ്പോൾ വലാ തദാവൗ ബി ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. അല്ലാഹു അഅലം. ഈ ഹദീസ് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ഇബ്നുൽ മുലക്കിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ സനദ് സഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. സമയമായില്ല, ഇനി അടുത്തത് എടുക്കാൻ സമയമില്ല. ഒരു ഹദീസിൽ തന്നെ കുറച്ച് സംസാരം കൂടിപ്പോയി. ഇത് കായികകളാണ്. ഇത് പഠിച്ചതിന് ബാക്കിയുള്ള നിങ്ങൾക്ക് എളുപ്പവും. അടുത്ത ഒരു ഹദീസും കൂടിയുണ്ട്, അതും കൂടി കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് റുഖിയ ശറയ്യ. പിന്നെ 7ാമത്തെ ഹദീസിൻ്റെ അങ്ങോട്ടേക്ക് വായിച്ചു പോരേ ഉള്ളൂ. ഓരോ വസ്തുക്കൾ പരിചയപ്പെടുത്താണ്. ഇന്നത് ചികിത്സയ്ക്ക് ഇന്ന നല്ല ചികിത്സയാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആ വസ്തുവിൻ്റെ ഭൗതികപരമായ ഗുണങ്ങളാണ്. അത് ഡോക്ടർമാർ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർമാർ ചിന്തിക്കാത്ത ഒരു മേഖലയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് റസൂൽ പഠിപ്പിച്ചു തന്ന വസ്തുക്കളുടെ ശാസ്ത്രീയപരമായ ആയങ്ങളിലേക്ക് ഡോക്ടർമാർ പോകാൻ തയ്യാറായാൽ ഒരുപാട് അറിവുകൾ ഡോക്ടർമാർക്ക് കിട്ടും. ഉദാഹരണത്തിന് റസൂൽ പറഞ്ഞു അജ്വ കരക്ക രോഗത്തിന് ശിഫയാണ്, അല്ലെങ്കിൽ തൽബീന കഴിക്കൽ അത് വിഷമം മാറ്റും, അല്ലേ, ദുഃഖം ഇല്ലാണ്ടാക്കും, ഹൃദയത്തിൻ്റെ പല രോഗങ്ങളും മാറ്റും തൽബീന എന്നുള്ള പായസം കുടിച്ചാൽ. അപ്പോൾ അതിന് വെറും റസൂൽ പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് നമ്മളത് കുടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക്
എന്തുകൊണ്ട് റസൂലുള്ള അത് പറഞ്ഞു തന്നൊന്ന് പഠിക്കാൻ തയ്യാറായാൽ അതിൻ്റെ ആൻറ്റി വൈറസുകൾ, ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഇൻഫ്ലോമേറ്ററി, അത് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അടങ്ങിയത് കൊണ്ടാണ് ആ വസ്തു പഠിപ്പിച്ചത്. അത് കഴിക്കലോടുകൂടി ബാക്ടീരിയ ഇല്ലാണ്ടാക്കുന്നു, ആൻറ്റി ഇൻഫ്ലോമേറ്ററി, അതൊക്കെ വീക്കത്തെ ചൊറിച്ചിലിനെ ഇല്ലാണ്ടാക്കുന്നു. ആ വസ്തുവിൽ അതടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ഇൽമായി ആ വസ്തുവിൽ അടങ്ങിയ. പലരും അത് അതിലേക്ക് പോകാറില്ല. അത് റസൂൽ പഠിപ്പിച്ചെന്ന ഹദീസിൽ വന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് തള്ളലാണ്. എന്തുകൊണ്ട് ആ വസ്തു റസൂൽ പറഞ്ഞു? പക്ഷെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓരോ റസൂൽ പഠിപ്പിച്ചെന്ന വസ്തു പഠിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ശാസ്ത്രീയപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് വായിച്ച് പഠിച്ചാൽ നമുക്ക് കുറേ അറിവുകൾ കിട്ടും. അത് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് എന്താണ് മുഖ്യ അറിയാനും കൂടി വിശദീകരിക്കാം. അതിന് ശേഷം നമുക്ക് റസൂൽ പഠിപ്പിച്ചു തന്ന ചികിത്സാ രീതികൾ, മുറകൾ വായിച്ചു തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാ വല്ലാഹു ആലം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.